ഒരു മാസത്തിന് മുമ്പ് എനിക്ക് ഇയർ ബാലൻസിൻ്റെ വിഷയം ഉണ്ടായി. പിന്നെ അതിനൊരു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞപ്പം പുറത്ത് പോകാൻ പറ്റത്തില്ല, ഞാൻ വയ്യാത്ത ആൾ, നടക്കാൻ പറ്റത്തില്ല, വയ്യാത്ത ആളായതുകൊണ്ട് ഒരു ഡോക്ടറെ കാണണമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ മോള് യുകെയിലാണ്. അവൾ മുഖേന ഈ ഡോക്ടറെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. ഡോക്ടർ നമ്പർ ഒന്ന് വിളിച്ചു. അങ്ങനെ ഇവിടെ വന്ന് ഡോക്ടർ കണ്ടു. ഇയർ ബാലൻസിൻ്റെ വിഷയം എനിക്ക് 2-3 ദിവസമേ വന്നുള്ളൂ. അതിൽ നിന്ന് മാറി കിട്ടി. അത് കഴിഞ്ഞിട്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വെയിറ്റ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. വർഷങ്ങൾ കൊണ്ടേ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം നടക്കാൻ ഒത്തിരി ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ വെയിറ്റ് എനിക്ക് 81 അടുപ്പിച്ചുണ്ടായിരുന്നു. ഹൈറ്റ് കുറഞ്ഞ ആളാണ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു 6 ദിവസം കൊണ്ട് 5 കിലോ വെയിറ്റ് കുറഞ്ഞത് ഭക്ഷണത്തിൻ്റെ ക്രമീകരണം. ഡയറ്റ് പ്ലാൻ 10 ദിവസം കഴിഞ്ഞ് ഡോക്ടർ ചോദിച്ചപ്പോൾ അനുഭവം ഡോക്ടർക്ക് മനസ്സിലായി. അത്രയും ഞാൻ അതേപോലെ അത് കണ്ടിന്യൂ ചെയ്തു. പറഞ്ഞ അതേപോലെ ഇപ്പം 30 ദിവസമായി. ഒറ്റ മാസം കൊണ്ട് എത്ര കിലോ വെയിറ്റ്? 30 ദിവസം കൊണ്ട് അതേ ഡയറ്റ് പോയപ്പോഴത്തേക്ക് എനിക്ക് 8 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര ഒരു അനുഭവമാണ്. ഒരു 30 ദിവസം കൊണ്ട് ഈ 8 കിലോ വെയിറ്റ് കുറഞ്ഞത് ഭയങ്കര ഒരു അനുഭവമാണ്. അത് ഞാൻ പലരെയും കൂടെ പറയുന്നുണ്ട്, നമുക്ക് ഡോക്ടറുടെ ക്ലാസ് വെക്കണം. തൊട്ടടുത്ത് നമുക്കൊരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ ആൾക്കാരെയും കൂടെ കൂട്ടിക്കൊണ്ട്, അല്ലാതെ കുറച്ച് പേരെ കൂട്ടിക്കൊണ്ട് ഒരു ക്ലാസ് നമുക്ക് ഡോക്ടർ സംസാരം ഫസ്റ്റ് ഡേ വന്നപ്പോഴേ ഇത് എനിക്ക് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോഴേ മനസ്സിലാക്കി ഒരു പ്രഭാഷണം വെക്കണം, ഒരു ക്ലാസ് വെക്കണം. നമ്മളിത് വെക്കാറുണ്ട് വരുന്നത്. യഥാർത്ഥത്തിൽ ഈ അമ്മയുടെ പ്രശ്നം നമ്മൾ പരിഹരിച്ചത് ഒരു മെഡിസിനും കൊടുത്തിട്ടല്ല. ഞങ്ങൾ യോഗ തെറാപ്പി ചെയ്തു. അമ്മയുടെ വെർട്ടിബ്ര അല്ലെങ്കിൽ സ്പൈനൊക്കെ കറക്റ്റ് ചെയ്തു, എനർജി ഫ്ലോ കറക്റ്റ് ചെയ്തു. അതിനുശേഷം അമ്മയ്ക്ക് 1 മാസത്തെ ഡയറ്റ് പ്ലാൻ കൊടുത്തു. ഡയറ്റ് പ്ലാനിൽ കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ കൊഴുപ്പ്, ഇതൊക്കെ ഇത്തിരി കുറച്ചുകൊണ്ട് മൈക്രോ ന്യൂട്രിയൻ്റ് ലെവൽ, വൈറ്റമിൻസിൻ്റെ ഒക്കെ അളവ് കൂട്ടിക്കൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ കൊടുത്തു. ആ ഡയറ്റ് പ്ലാനിലൂടെയാണ് അമ്മയ്ക്ക് ഇപ്പോൾ ഏകദേശം 1 മാസം കൊണ്ട് 8 കിലോ ഭാരം കുറഞ്ഞു. ഇനിയും കുറയാനുണ്ട്, ഒരു 12 കിലോ കൂടെ കുറയുന്നുണ്ട്. മൊത്തം 20 കിലോയാണ്. കുറഞ്ഞാലേ ഒരു ബോഡി മാസ് ഇൻഡെക്സ് ഒരു 25 താഴെ വരുള്ളൂ. അപ്പോൾ ബോഡി മാസ് ഇൻഡെക്സ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് ഡയറ്റ് പ്ലാനിലൂടെ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലൊരു എനർജി ഫ്ലോ ഉണ്ട്. അത് നട്ടല് വഴി പോകുന്ന ആ എനർജി ഫ്ലോയെ നമ്മൾ ആദ്യം യോഗ ഒക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് ചെയ്തു. ഇപ്പം യഥാർത്ഥത്തിൽ അമ്മ 100% സിൻസിയറായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തു അതുപോലെ ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണ് അമ്മയ്ക്ക് റിസൾട്ട് കിട്ടിയത്. സന്തോഷമായില്ലേ? സന്തോഷമായി. അതുകൊണ്ടാണ് ഇനി പലരെയും കൂടെ നമ്മൾ പറയുന്നു, പറഞ്ഞ് പലർക്കും എനിക്ക് നല്ലതാണ്, മറ്റുള്ളവർക്ക് നല്ലതായി കിട്ടണം. അതൊരു ആഗ്രഹമുണ്ട്. നമ്മുടെ എല്ലാം ആഗ്രഹം അതാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ധാരാളം ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിന്, ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്ന് ധാരാളം കഴിക്കുന്നുണ്ട്. ഈ മരുന്ന് കഴിക്കുന്ന ഒട്ടുമിക്ക മരുന്നുകളെന്ന് പറയുന്നതും റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ആണ്. അതിൻ്റെ റൂട്ട് കാസിനെ ചേഞ്ച് ചെയ്ത് രോഗം മാറ്റുന്നില്ല. നമ്മുടെ സിംറ്റംസ് കുറച്ച് മറന്നു നിൽക്കും, പക്ഷേ അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ ഉണ്ടാക്കും. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് പരമാവധി മരുന്നുകളുടെ ഉപയോഗം കുറച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ രോഗം മാറ്റുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് മെത്തേഡ് യോഗ തെറാപ്പി, മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ഡയറ്റ്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഒരു മെഡിസിൻ പോലും ഒരു വ്യക്തികൾക്കും കൊടുക്കുന്നില്ല. അവരെ കൗൺസിലിംഗ് ചെയ്യുന്നവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു, അവരുടെ മനസ്സിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്നു, ശരീരത്തിന് ബോഡി മാസ് ഇൻഡെക്സ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഈ തെറാപ്പിയിൽ ചെയ്യുന്നത്. അപ്പം അമ്മ വളരെ സന്തോഷമായതിൽ ഞങ്ങൾക്ക് എല്ലാവരും. എനിക്ക് BP മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം ഈ ഫുഡൊക്കെ ഇരുതി ആയപ്പോഴത്തേക്ക് ഞാൻ മരുന്ന് കഴിക്കാതെ 10 ദിവസം ആയിട്ട് നോക്കാം ഹോസ്പിറ്റലിൽ പോയി. അപ്പം ഞാൻ ആട്ടോയിൽ കയറിയപ്പോൾ ആട്ടോക്കാരൻ ചെയ്യുമ്പോൾ എനിക്ക് BP നോക്കണം, താമസം വരുമോ? ഞാൻ താമസമില്ല, ഡോക്ടർക്ക് താമസിക്കില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഡോക്ടറെ കാണണ്ട, BP നോക്കിയാൽ ഞാൻ മരുന്ന് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം അങ്ങോട്ട് ചെല്ലിപ്പോൾ കേൾക്കാം ഡോക്ടർ ചീത്ത വിളിക്കും. ഞാൻ പറഞ്ഞു ഞാൻ ഡോക്ടറെ കാണുന്നില്ല എന്ന് പറഞ്ഞു. BP നോക്കിയപ്പോൾ നോർമലേ ഉള്ളൂ. അന്നേരം ചോദിച്ച് മരുന്ന് കഴിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞ ഉണ്ട്, ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ആ BPയിലും എനിക്കത് ഒത്തിരി കൂടുതലില്ലെങ്കിലും അങ്ങനെ ആയിരുന്നു. ഇപ്പോഴും ഷുഗറൊക്കെ എനിക്ക് ലോ ആണ്. നേരത്തെ ഫുഡ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഗുളിക കഴിക്കാതെ ഇപ്പോഴും. എന്തായാലും നമ്മൾ ഈ നട്ടലിലൊക്കെ തെറാപ്പി ചെയ്ത് കറക്റ്റ് ചെയ്ത് എനർജി ഫ്ലോ കറക്റ്റ് ചെയ്തു. ഇപ്പോൾ ബോഡി മാസ് ഇൻഡെക്സ് 20 കിലോ വെയിറ്റ് കൂടുതലാണ്. BMI 25 താഴെ വരണമെങ്കിൽ 20 കിലോ കൂടുതലായിരുന്നു. അതിൽ 8 കിലോ ഇപ്പോൾ 1 മാസം കൊണ്ട് കുറഞ്ഞു. ഇനി ഒരു 12 കിലോ കൂടെ കുറയാനുണ്ട്. പക്ഷെ ഇത്രയും ചെയ്തപ്പം തന്നെ BP വരെ നോർമലായി.
അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് ഇപ്പൊ ഇന്നത്തെ ഈ മോഡേൺ യുഗത്തിൽ വേണ്ടത്. അല്ലാതെ സ്ഥിരമായിട്ട് ഇങ്ങനെ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് മരുന്ന് കഴിക്കുക എന്നുള്ളതല്ല. അപ്പൊ അത് ആ നോളജ് മനസ്സിലാക്കുക, പ്രാവർത്തികമാക്കുക. എല്ലാവരുടെ കൂടെ ഒരു 4 ദിവസത്തേക്ക് പാടുണ്ടായിരുന്നു തുടങ്ങിയപ്പോൾ. എങ്ങനെ പറ്റും എന്നുള്ള ഒരു ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. 4 ദിവസം കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. നമ്മൾ ഇത് മതി, കുറച്ച് ഫ്രൂട്ട്സും പിന്നെ സാലഡും പിന്നെ ഇച്ചിരി അവിയൽ ഉച്ചയ്ക്ക്, അത് മതി, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം ഇന്നലെ മെനയാന്ന് 30 ദിവസമായി. ഇന്നലെയും എനിക്ക് ചോറ് വേണ്ട, അതേപോലെ മതി. പിന്നെ അതുപോലെ തന്നെ അമ്മ, ഞാൻ 1 മാസം മുമ്പ് അമ്മയോട് കണ്ടപ്പോൾ അമ്മയുടെ മുഖമൊക്കെ നല്ല കറുപ്പായിരുന്നു. ഇപ്പൊ നടത്തിന് നല്ല ഒരു ഐശ്വര്യം, നല്ല വെളുത്ത് നല്ല ഐശ്വര്യമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും അമ്മ, എന്റെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ അമ്മ കേട്ടു, അത് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഞാൻ അതിനെ ഹാർദവമായി അഭിനന്ദിക്കുകയാണ്. നന്ദി.